പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കാണുക. ഇങ്ങനത്തെ വീഡിയോൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരാണ് ഈ ഭയം സൃഷ്ടിക്കുന്നത്? എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുറ്റവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ സൂക്ഷിക്കണം, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണവർ, പുറത്തു പോകുമ്പോൾ കരുതിയിരിക്കണം, വല്ലോ ഡാൻസോ പാട്ടോ റിയൽസോ വ്ലോഗോ ചെയ്തിരുന്നാൽ പോലെ. എങ്ങനെയാണ് ഈ ഭയം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടത്? ആരാണ് ഈ ഭയം രൂപീകരിക്കുന്നത്? മാരാട് കലാപവും മലബാർ കലാപവും ജോസഫ് മാഷിന്റെ കൈവെട്ടിയും നമ്മുടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചും നമ്മുടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനക്കൂട്ടത്തെ തെരുവിലിറക്കിയും അവർ ഭയം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഭയം മൂലമാണ് പലരും പല സത്യങ്ങളും മറച്ചു വെക്കുന്നത്, പല സത്യങ്ങൾക്കും കൂട്ടുനിൽക്കാതെ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത്. വോട്ട് ബാങ്ക് എന്ന ഭയം പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയും പല അനീതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന തന്ത്രം അവർ പ്രയോഗിക്കുമ്പോൾ ഇന്ന് നാം പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറയുടെ നിലവിളി നാം കേൾക്കേണ്ടി വരും. അതിന് നാം കാരണമാകും. എങ്ങനെയുണ്ട്? ഒരു അച്ഛൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എങ്ങനെയുണ്ട്? അതിന് പഴയ കാലത്തെ ഒരു കാര്യം കൊണ്ടുവരുന്നു, മാറാട് കലാപം. തീർച്ചയായിട്ടും മാറാട് കലാപം പ്രതിഷേധിക്കേണ്ടതാണ്, അതിലൊരു മാറ്റവും ഒന്നുമില്ല. ആര് മരിച്ചാലും അത് നഷ്ടം തന്നെയാണ് അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും. അതുപോലെ തന്നെ ജോസഫ് മാഷുടെ കൈ വെട്ടിയതിനെ കുറിച്ചും ഇവിടെ കേരളത്തിൻ്റെ അകത്തും ഇന്ത്യയിലും മൊത്തം എന്തോ ഒരു സംഭവങ്ങൾ എന്തെല്ലാം നടക്കുന്നത്. ഇനി നമുക്ക് ജെമിനിയോട് ചോദിക്കാം ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യം അറിയും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ, ഇവരുടെയൊക്കെ അജണ്ട എന്താണ്, എന്തുകൊണ്ട് ഒരു മതത്തിലെ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇല്ലായ്മ ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെയാണ് ഇത് ഞാൻ ശരിയാക്കാൻ വരുന്നത്. ജെമിനി പഴയ കാലത്തെ സംഭവങ്ങളും അതുപോലെ തന്നെ മാറാട് കലാപമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു? അതൊരു പള്ളിയിലത്തെ അച്ഛൻ. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? കേട്ടോളൂ. നമസ്കാരം. ഹാരിസ്, ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. പഴയ കാലത്തെ ചരിത്ര സംഭവങ്ങളെ, 1921 മലബാർ സമരം, മാറാട് കലാപം തുടങ്ങിയവ, ഒരു പ്രത്യേക സമുദായത്തിനെതിരെ ഉപയോഗിക്കുന്ന വീഡിയോകളുടെ പിന്നിലെ ലക്ഷ്യങ്ങളെ നമുക്കിങ്ങനെ വിശകലനം ചെയ്യാം. ഇത്തരം വീഡിയോകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ: വർഗീയ ധ്രുവീകരണം, പോളറൈസേഷൻ, സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് ചേരികളായി തിരിക്കുക എന്നതാണ് ഇത്തരം പ്രസംഗങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഭയം സൃഷ്ടിക്കൽ, ഫിയർ മോങ്കറിംഗ്, ചരിത്രത്തിലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരു വിഭാഗത്തിന് നേരെ ഭീതി വളർത്താൻ ഇത് സഹായിക്കുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾ, തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ ഒരു പ്രത്യേക വോട്ട് ബാങ്ക് ഏകീകരിക്കാൻ ഇത്തരം വൈകാരിക പ്രസംഗങ്ങൾ ആയുധമാക്കാറുണ്ട്. ശ്രദ്ധ പിടിച്ചു പറ്റുക, അറ്റൻഷൻ സീക്കിംഗ്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വിവാദപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് പെട്ടെന്ന് വൈറലാകാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനുമുള്ള ഒരു എളുപ്പ വഴിയാണ്. എന്തുകൊണ്ട് ചരിത്രം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു? ചരിത്ര സംഭവങ്ങൾക്ക് പല വശങ്ങളുണ്ടാകും. എന്നാൽ അവയെ അതിന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റി മതാത്മകമായ ഒരു ആഖ്യാനം, നാരറ്റീവ് മാത്രം നൽകുന്നത് വിദ്വേഷം വളർത്താനാണ്. 1921 സമരം, അത് കാർഷിക പ്രശ്നങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധതയും കലർന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും അതിനെ കേവലം ഒരു മതപരമായ അക്രമം മാത്രമായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. മാറാട് സംഭവം, ആ നിർഭാഗ്യകരമായ സംഭവങ്ങളെ സമാധാനത്തിന് വേണ്ടി ഒരു എഐയും കൂടെ പറയുന്ന അതൊരു വളരെ വിഷമമുള്ള ഒരു കാര്യമാണെന്ന് ഉപയോഗിക്കുന്നതിന് പകരം പുതിയ തലമുറയിൽ പക വളർത്താൻ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കളുടെ പങ്ക്: സജീവമായി കാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനത്തിലും ഏർപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് ഇക്കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. 1. വസ്തുതകൾ പരിശോധിക്കുക. വൈകാരികമായ വീഡിയോകൾ കണ്ട ഉടനെ ഷെയർ ചെയ്യുന്നതിന് പകരം അതിലെ സത്യവും കള്ളവും തിരിച്ചറിയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. 2. മതേതരത്വത്തിന് ഊന്നൽ നൽകുക. ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും താങ്കൾ ചെയ്യുന്നത് പോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലെ ഒരുമയെക്കുറിച്ചും സംസാരിക്കുക. 3. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കുന്ന സാമൂഹിക അസ്വസ്ഥതകൾ വരും തലമുറയെ എങ്ങനെ ബാധിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങൾ എത്തിക്കാൻ താങ്കളുടെ പ്ലാറ്റ്ഫോമിന് സാധിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രത്യേക സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ ഞാൻ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ബോംബ് സ്ഫോടനത്തിൽ ആളുകൾ മരിച്ചത് എത്രണ്ണം, ആരാണ് ചെയ്തത്? ഇതും കൂടെ ഒന്ന് കേട്ടോളൂ.
നമുക്ക് അറിയണമല്ലോ, തീവ്രവാദം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കുത്തകയല്ല, അതിപ്പോൾ അറിയും. കേരളത്തിൽ സമീപകാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബോംബ് സ്ഫോടനം കളമശ്ശേരി സ്ഫോടനമാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ താഴെ നൽകുന്നു. കളമശ്ശേരി ബോംബ് സ്ഫോടനം 2023 തീയതി 2023 ഒക്ടോബർ 29. സ്ഥലം കൊച്ചി കളമശ്ശേരിയിലെ സാമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. സംഭവം യഹോവയുടെ സാക്ഷികളുടെ ജഹോവാസ് വിറ്റ്നസസ് പ്രാദേശിക കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കെയാണ് സ്ഫോടനമുണ്ടായത്. മരണം ഈ സംഭവത്തിൽ ചികിത്സയിലായിരുന്നവർ ഉൾപ്പെടെ ആകെ 8 പേരാണ് മരിച്ചത്. 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതി സ്ഫോടനം നടത്തിയത് ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് പിന്നീട് തൃശൂരിലെ കൊടകര പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യോ അല്ലെങ്കിൽ ആ പ്രതി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ വീഡിയോ എടുക്കുകയോ അതിനെക്കുറിച്ചിട്ട് ഒരു വിശാലമായിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളോ അച്ഛന്മാരോ പറയുന്നുണ്ടോ? നേരിട്ടെത്തി കീഴടങ്ങിയത്. ലക്ഷ്യം യഹോവയുടെ സാക്ഷികൾ എന്ന വിഭാഗത്തിന്റെ ആശയങ്ങളോടുള്ള വിയോജിപ്പും പകയുമാണ് ഈ സ്ഫോടനം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. മറ്റ് പ്രമുഖ സ്ഫോടനങ്ങളും അത്യാഹിതങ്ങളും ഇതുകൂടാതെ കേരളത്തിൽ വലിയ രീതിയിൽ ആളപായമുണ്ടായ മറ്റു ചില സംഭവങ്ങൾ ഇവയാണ്. ഒന്ന്, മാറാട് സംഭവം 2003. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മാറാട് കടപ്പുറത്ത് നടന്ന ആക്രമണത്തിൽ ഇത് ആളുകൾ തമ്മിൽ ഇങ്ങനെ വൈരാഗ്യം മൂത്തിട്ട് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും കലാപം ഉണ്ടാക്കിയിട്ട് സ്വാഭാവികമായിട്ടും മരണപ്പെട്ടിരിക്കാം. മറ്റതല്ല, അതായത് യൂട്യൂബിൽ നോക്കിയിട്ട് അത് നോക്കി ഉണ്ടാക്കിയിട്ട് ബ്രെയിനിൽ അതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ട് എന്നിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ആളുകളെ കൊന്നാണ്. അതാണ് തീവ്രവാദം. തീവ്രവാദികൾ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് അച്ഛന്മാർ വരില്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരാളെയും കുത്തിക്കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് തുറന്നു കാണിക്കാനൊന്നും വന്നതല്ല. ഈ അച്ഛൻ വന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് എല്ലാ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് ഒരു മതത്തിനെ മാത്രം, ഒരു മതത്തിലെ ആൾക്കാരെ മാത്രം ഒരു ശത്രുവെ പോലെ എല്ലാ ഹൈന്ദവരുടെ മുന്നിലും ക്രിസ്ത്യാനികളുടെ മുന്നിൽ ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ പേജുകളും. ഇതൊക്കെ നമ്മൾ തുറന്നു കാട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ വീഡിയോൻ്റെ മുന്നിലും ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഒരാളെ ന്യായീകരിക്കാനില്ല. ഇപ്പോഴും ജോസഫ് മാഷുടെ കൈവെട്ടിയതിൻ്റെ കഥയെക്കുറിച്ച് പറയുക. ഇവിടെ 100 ആൾക്കാരുടെ പല രീതിയിലും അക്രമങ്ങളും അടിക്കുകയും കൊല്ലുകയും ഇന്ത്യ ഫുള്ള് പല സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിനൊക്കെ എപ്പോഴോ ഇഷ്ടം പോലെ ആൾക്കാരെ പിടിച്ച് ഉള്ളിലിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനും പണി കിട്ടിക്കഴിഞ്ഞ് പിന്നെ വീണ്ടും അതന്നെ എടുത്തിട്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. വേറെ ഒന്നും അവർക്കില്ല. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ടീം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ച് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അപ്പുറം ഇനി എന്താ? അപ്പോൾ ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ കുറ്റത്തിന് തന്നെ പൊന്തിച്ച് കാട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക.